ശ്രീ JR പത്മകുമാർ, ഇവിടെ ഇത് സംസ്ഥാന സർക്കാരിൻ്റെ മാത്രം നേട്ടം എന്ന അടിവരയിട്ടുകൊണ്ട് പ്രഖ്യാപനത്തിലേക്ക് നാളെ കടക്കുമ്പോൾ ഇവിടെ അന്ത്യോദയ അന്ന യോജന, ഗരീബ് കല്യാൺ, PM ആവാസ് യോജന, ആയുഷ്മാൻ ഭാരത് ഇതൊക്കെ നടപ്പിലാക്കുന്ന കേന്ദ്ര സർക്കാരിൻ്റെ പങ്ക് എവിടെ എന്നുള്ള ചോദ്യങ്ങൾ കൂടിയുണ്ട്. നമുക്കറിയാം, അതിദരിദ്രർക്കായി ഏർപ്പെടുത്തിയിരിക്കുന്ന അന്ന യോജന വഴിയാണ് പാവപ്പെട്ടവർക്ക് ഭക്ഷണം, റേഷൻ ഉൾപ്പെടെയുള്ളവ ലഭിക്കുന്നത്. അതൊക്കെ മറച്ചു വെച്ചുകൊണ്ട് ഇത് ഞങ്ങളുടെ മാത്രം ക്രെഡിറ്റാണ് എന്ന് ആവർത്തിച്ചു കൊണ്ടുപോകുന്ന ഇടതുപക്ഷ സർക്കാരിനുള്ള മറുപടി എന്താണ് BJPയുടെ ഭാഗത്ത് നിന്ന്? കേരളത്തിൽ ഒരു തെറ്റായ പ്രചരണം നടത്തി, ആ പ്രചരണം വളരെ ശക്തമായി നടത്തി അതിലൂടെ ഈ നേട്ടമുണ്ടാക്കിയെടുക്കാമെന്നുള്ളൊരു തെറ്റായൊരു ധാരണ ഇടതുപക്ഷ ഗവൺമെൻറ്റിനുണ്ട്. അത് കുറേ കാലമായിട്ട് ഉണ്ട്. അതിൻ്റെ ഒരു തുടർ നടപടിയാണ്. മാത്രമല്ല, ഈ ഗവൺമെൻറ്റിനെതിരായി നിരവധി ആരോപണങ്ങൾ, ഈ ആരോപണങ്ങളുടെ ശരമേറ്റ് പ്രതിക്കൂട്ടി നിൽക്കുകയാണ് ഈ ഗവൺമെൻറ്. വിശ്വാസികളെതിരാണ്, ഇവിടുത്തെ സാധാരണക്കാരായ ആളുകളെതിരാണ്, അഴിമതിയും സ്വജനപക്ഷപാതവും ഇതെല്ലാം നിറഞ്ഞു നിൽക്കുന്നൊരു സാഹചര്യത്തിൽ ഇതിൽ നിന്ന് രക്ഷ തേടുന്നതിന് വേണ്ടിയിട്ടുള്ളൊരു ജിമിക്കായിട്ട് മാത്രം ഇതിനെ കണ്ടാൽ മതി. മാത്രമല്ല, തിരഞ്ഞെടുപ്പ് വരാൻ പോവുകയാണ്. ഈ ഗവൺമെൻറ്റിനെതിരായിട്ടുള്ളൊരു വലിയ പ്രതിഷേധം ജനങ്ങളുടെ മനസ്സിൽ, ഈ ഗവൺമെൻറ്റിന് അനുകൂലമായി വോട്ട് നൽകിയ ജനങ്ങളുടെ ഹൃദയത്തിൽ ഇന്ന് ആ ഗവൺമെൻറ്റിനെതിരായി ആ പ്രതിഷേധം ഒരു ബോംബായി മാറിക്കൊണ്ടിരിക്കുകയാണ്. പ്രതിഷേധം അവരുടെ മനസ്സിലങ്ങനെ ഉയർന്നു വരികയാണ്. ഇപ്പോൾ ഇതിനെ പൊടിയിടുന്നതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ കഴിഞ്ഞ ദിവസം നടത്തിയ കുറേ പ്രഖ്യാപനങ്ങൾ, കുറേ സാമൂഹ്യക്ഷേമ പെൻഷനുകളുടെ പ്രഖ്യാപനങ്ങൾ, അതുപോലെ തന്നെ ഇപ്പോൾ കേരളത്തിൽ ലോകത്തൊരിടത്തും ഇല്ലാത്ത, അവർ പറയുന്ന കേട്ടോ തമാശകളൊന്നും, ലോകത്തൊരിടത്തും ഇങ്ങനെയുള്ള സംഭവങ്ങളൊന്നുമില്ല, ഇന്ത്യയിൽ തന്നെ ഇത് ആദ്യത്തെ സംസ്ഥാനമാണ് ഇത്തരത്തിലുള്ള രീതിയിലുള്ള സത്യത്തിൻ്റെ കണിക പോലും ഇല്ലാത്ത പൊടുപ്പും തൊങ്ങലും വെച്ചിട്ടുള്ള കുറേ കള്ളപ്രചരണങ്ങൾ നടത്തുന്നു. ഇത് തെരഞ്ഞെടുപ്പിനെ ലക്ഷ്യം വെച്ചുകൊണ്ട് മാത്രമാണ് എന്നുള്ളത് CPMകാർക്ക് മനസ്സിലായിട്ടില്ലെങ്കിൽ മനസ്സിലാക്കുന്നത് നന്നായിരിക്കും. പക്ഷേ കുറച്ച് കഴിയുമ്പോൾ അവർക്ക് മനസ്സിലാവും. തെരഞ്ഞെടുപ്പിനെ ലക്ഷ്യം വെച്ചുകൊണ്ട് മാത്രം നടത്തുന്ന കുറേ കള്ളപ്രചരണങ്ങളാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഈ NDA ഗവൺമെൻറ് അധികാരത്തിൽ വന്നതിന് ശേഷം ലോകബാങ്കിൻ്റെ കണക്കനുസരിച്ച് തന്നെ 27 കോടി ജനങ്ങളെ അതിദരിദ്രരായിട്ടുള്ള ജനങ്ങളെ കൈപിടിച്ച് പൊതുധാരയിലേക്ക് കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് ഓരോ സംസ്ഥാനങ്ങളിലും അത്തരത്തിലുള്ള നിരവധി ക്ഷേമ പദ്ധതികൾ നടപ്പിലാക്കിയിട്ടുണ്ട്. ഓരോ സംസ്ഥാനങ്ങളും നമ്മുടെ ഈ കേരളം ഇന്നിപ്പോൾ അവകാശപ്പെടുന്ന 2,72,000 ആളുകളെ എന്ന് പറയുമ്പോൾ, ഈ മേഖലയിലേക്ക് ഉയർത്തിക്കൊണ്ടുവന്നു എന്ന് പറയുമ്പോൾ അതിൻ്റെ 3 മടങ്ങ് ചെയ്തിട്ടുള്ള 3 മടങ്ങ് ആളുകളെ ഈ എക്സ്ട്രീം പോവർട്ടി ലൈനിൽ നിന്നും മുകളിലേക്ക് കൊണ്ടുവന്നിട്ടുള്ള സംസ്ഥാനങ്ങൾ ഇന്ത്യയിൽ തന്നെ ഉണ്ട്. UP മാത്രം 6 കോടി ജനങ്ങളെ ഈ പട്ടികയിൽ നിന്ന് ഉയർത്തിക്കൊണ്ടുവരാൻ UP ഗവൺമെൻറ് മാത്രം കഴിഞ്ഞിട്ടുണ്ട്. 27 കോടി ജനങ്ങളെയാണ് കേന്ദ്ര ഗവൺമെൻറ് കഴിഞ്ഞ 10 വർഷത്തിനകത്ത് ഈ എക്സ്ട്രീം പോവർട്ടി ലൈനിൽ നിന്ന് മുകളിലേക്ക് കൊണ്ടുവന്നിട്ടുള്ളത്. കാരണം അവർക്ക് ക്ഷേമ പദ്ധതികൾ നടപ്പിലാക്കി അവരുടെ ജീവിത സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിന്, അവരുടെ വീട്, ഭക്ഷണം, വിദ്യാഭ്യാസം, ലൈവ്ലിഹുഡ്, മറ്റ് വലിയ രീതിയിലുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ ചെയ്തു കൊടുത്തിട്ടാണ് ആ മാറ്റങ്ങൾ വന്നിട്ടുള്ളത്. അതിൻ്റേതായൊരു മാറ്റം കേരളത്തിലും വന്നിട്ടുണ്ട്. ഇതിനെ മറച്ചു വെച്ചുകൊണ്ട് ഈ ഒരു തെറ്റായ ഒരു ഡാറ്റയുടെ അടിസ്ഥാനത്തിൽ യാതൊരു ആധികാരികതയും ഇല്ലാത്തൊരു കണക്ക് ഞങ്ങൾ തന്നെ ഒരു മാനദണ്ഡം ഫിക്സ് ചെയ്ത്, ഞങ്ങൾ തന്നെ ഒരു ലിസ്റ്റ് തയ്യാറാക്കി, ഞങ്ങൾ തന്നെ പ്രഖ്യാപിക്കുകയാണ് ഞങ്ങൾ ഒന്നാമതായി എന്നുള്ള രീതിയിൽ ഒരു കള്ളപ്രചരണമാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതിന് യാതൊരു അടിസ്ഥാനമില്ല. ഇവിടെ പലരും ചോദിച്ചിട്ടുണ്ട്, ഇത് എന്ത് അടിസ്ഥാനത്തിലാണ് പഞ്ചായത്ത് മെമ്പറും പഞ്ചായത്ത് പ്രസിഡൻറ്റും തദ്ദേശ സ്വയംഭരണ വകുപ്പിലെ കുറേ ഉദ്യോഗസ്ഥന്മാരും കൂടി ചേർന്ന് ഞങ്ങളിതാ പ്രഖ്യാപിക്കുന്നു, കേരളം ഇത്രാം തീയതി മുതൽ നവംബർ 1 മുതൽ അതിദരിദ്രം ഇല്ലാത്ത ഒരു സംസ്ഥാനമായി പ്രഖ്യാപിക്കുന്നു, നിങ്ങളെല്ലാം അംഗീകരിച്ചു കൊടുക്കണം. ഏത് ഡേറ്റയുടെ അടിസ്ഥാനത്തിലാണ്, എന്താണ് അതിൻ്റെ മാനദണ്ഡം എന്ന് ചോദിച്ചാൽ ഒന്നുമില്ല. ഓരോ രീതിയിലും ഓരോ കാര്യം, ഏതെങ്കിലും പാവപ്പെട്ട തൊഴിലാളികൾ അല്ലെങ്കിൽ ഏതെങ്കിലും വിഭാഗങ്ങൾ എന്തെങ്കിലും ആനുകൂല്യം ആവശ്യപ്പെടുമ്പോൾ ഞങ്ങൾക്ക് കേന്ദ്രം തരുന്നില്ല, കേന്ദ്രം ഞെരുക്കുന്നു എന്ന് പറയും. അതേസമയം ഇത്തരത്തിലുള്ള കള്ളപ്രചരണങ്ങൾ നടത്തുമ്പോൾ ഞങ്ങൾ സാമ്പത്തികമായും 1ാം സ്ഥാനത്ത് നിൽക്കുന്നു, ഇന്ത്യയിലെ ഒരു സംസ്ഥാനങ്ങൾക്കും ഇല്ലാത്ത രീതിയിലുള്ള സാമ്പത്തിക വളർച്ചയാണ് കേരളത്തിൽ ഉണ്ടായിട്ടുള്ളത് എന്നൊക്കെ പറഞ്ഞ് പ്രചരണം നടത്തും. ഇത് പരസ്പരം ബന്ധമില്ലാത്ത വ്യത്യസ്തങ്ങളായ ചില പ്രഖ്യാപനങ്ങളും പ്രസ്താവനകളും നടത്തുക മാത്രമാണ് ഇത് ചെയ്തിട്ടുള്ളത്. ഇത് തെരഞ്ഞെടുപ്പ് ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ഒരു കള്ളപ്രചരണമായിട്ട് മാത്രമേ ഇതിനെ കാണാൻ കഴിയൂ. അതുകൊണ്ടാണ് കേരളത്തിലെ പൊതുസമൂഹം
ഇതിനെതിരായിട്ട് മുന്നോട്ട് വരുന്നത്. മാത്രമല്ല ഇവിടുത്തെ പ്രതിപക്ഷം, പ്രത്യേകിച്ച് BJP ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ കക്ഷികൾ ഇതിനെ എതിർക്കാൻ കാരണം ഇത്തരത്തിലുള്ള കള്ളപ്രചരണങ്ങൾ ഇവർ മുന്നോട്ട് വെച്ച് കഴിഞ്ഞാൽ യാതൊരു അടിസ്ഥാനവുമില്ലാത്ത പ്രചരണങ്ങൾ ഇവർ നടത്തിക്കൊണ്ടിരുന്നാൽ കേന്ദ്ര ഗവൺമെൻറ് വലിയ രീതിയിൽ ഒരു സതുദ്ദേശത്തോടു കൂടി സാധാരണക്കാരായ അതിദരിദ്രരായ ആളുകൾക്ക് വേണ്ടിയിട്ട് നിരവധി ക്ഷേമ പദ്ധതികൾ പ്രഖ്യാപിക്കുന്നു. അങ്ങനെ പ്രഖ്യാപിക്കപ്പെടുമ്പോൾ ഈ കേരളത്തിൽ അതിദരിദ്രർ ഇല്ല എന്നുള്ളൊരു പ്രചരണം നടത്തുമ്പോൾ ആ രീതിയിലുള്ള ആനുകൂല്യങ്ങൾ കേരളത്തിലെ സാധാരണക്കാരായ അർഹതപ്പെട്ട ആളുകൾക്ക് നിഷേധിക്കുന്ന ഒരു സാഹചര്യമുണ്ടാവും. ഈ കള്ളപ്രചരണത്തിൻ്റെ പേരിൽ അല്ലെങ്കിൽ വോട്ട് രാഷ്ട്രീയത്തിൻ്റെ പേരിൽ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ട് നടത്തുന്ന തെറ്റായ പ്രചരണത്തിൻ്റെ ഫലമായി ഇത് അനുഭവിക്കാൻ പോകുന്നത് ഇവിടുത്തെ അതിദരിദ്രരായ സാധാരണക്കാരായ ആളുകൾക്കാണ്. അവർക്ക് കിട്ടേണ്ട കേന്ദ്ര ആനുകൂല്യങ്ങൾ, മറ്റ് രീതിയിലുള്ള ആനുകൂല്യങ്ങൾ നിഷേധിക്കപ്പെടുന്ന അല്ലെങ്കിൽ ഒഴിവാക്കപ്പെടുന്ന ഒരു സാഹചര്യം കേരളത്തിൽ ഉണ്ടാകും. അതാണ് ഞങ്ങളെ ആശങ്കപ്പെടുത്തുന്നത്. അതെ, അത്തരത്തിലുള്ള സംശയങ്ങൾ കൂടി ഉയരുന്നുണ്ട്. സാമൂഹ്യ ക്ഷേമ പദ്ധതികൾ ഇതുമൂലം തടസ്സപ്പെടുമോ എന്നുള്ളത്.